ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപേ ധാരണ, തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസിന്റെ ഷോക്ക്, അതീവ രഹസ്യം ഓപ്പറേഷൻ സന്ദീപ്. ബിജെപിയോട് ഇടഞ്ഞ സന്ദീപ് വാര്യറെ കൈപിടിച്ച് കോൺഗ്രസിലേക്കു സ്വീകരിക്കാന് 2 ദിവസം മുൻപ് തന്നെ അന്തിമധാരണ എത്തിയിരുന്നുവെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പില് വലിയ ട്വിസ്റ്റായി സന്ദീപിന്റെ കൂടുമാറ്റം പ്രഖ്യാപിച്ച് മറ്റു മുന്നണികൾക്കു ഷോക്ക് നൽകാനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കള്. രഥോത്സവം കൂടി കഴിഞ്ഞു മതി പ്രഖ്യാപനമെന്നായിരുന്നു തീരുമാനം. ഇതിനിടെ ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രഖ്യാപനം നടത്താന് തീരുമാനിക്കുകയായിരുന്നു. നവംബർ 20-നാണ് പാലക്കാട് വോട്ടെടുപ്പ് നടക്കുന്നത്. പീസറിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാന് ബിജെപിയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർക്കുന്നതിലൂടെ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടല്. സന്ദീപ് ബിജെപി വിട്ട് സിപിഎമ്മിലേക്കു പോകുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സന്ദീപ് തന്നെ ഇത് നിഷേധിച്ചു. കോൺഗ്രസ് വിട്ടെത്തിയ പീസറിനു പിന്നാലെ ബിജെപി വിട്ടെത്തുന്ന സന്ദീപിനെ കൂടി സ്വീകരിക്കുന്നതില് സിപിഎമ്മിനുള്ളില് തന്നെ അതൃപ്തി ഉയർന്നു. ഇതിനിടയിലാണ് കോൺഗ്രസ് അതീവ രഹസ്യമായി ഓപ്പറേഷൻ ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കള് സന്ദീപുമായി ചർച്ച നടത്തിയിരുന്നുവെന്നാണ് സൂചന. പാലക്കാട് പല നേതാക്കന്മാരും പാർട്ടി വിട്ടുപോകുന്നതിനിടെയാണ് സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചുള്ള കോൺഗ്രസിന്റെ മിന്നല് നീക്കം. മൊഹബത് കാദൂക്കാനിൽ വലിയ കസേരകൾ കിട്ടട്ടെ, സന്ദീപിനെ പരിഹസിച്ച് സുരേന്ദ്രൻ. പാലക്കാട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ പരിഹസിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞ് സന്ദീപ് കോൺഗ്രസിൽ പോയി. മൊഹബത് കാദൂക്കാനിൽ വലിയ കസേരകൾ കിട്ടട്ടെ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിനു പരാജയത്തിന്റെ ആഴം എത്രമാത്രമുണ്ട് എന്നതിനു തെളിവാണ് സന്ദീപിനെ സ്വീകരിച്ചത്. ശ്രീനിവാസൻ കൊലപാതകികളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയ ദിവസം തന്നെയാണ് സന്ദീപിന്റെ തീരുമാനം. സന്ദീപിന്റെ പോക്ക് കേരളത്തിലോ ബിജെപിക്കുള്ളിലോ ഒരു ചലനവും ഉണ്ടാക്കില്ല. സന്ദീപിനെതിരെ പാർട്ടി നേരത്തെയും നടപടിയെടുത്തത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലായിരുന്നില്ല. അന്ന് അക്കാര്യം പുറത്തു പറയാതിരുന്നത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദയുടെ പുറത്താണ്. സന്ദീപിനെ പോലെ ഒരാളെ കോൺഗ്രസ് മുറുകെ പിടിക്കണം. സ്നേഹത്തിന്റെ കടയിൽ വലിയ കസേരകൾ ലഭിക്കട്ടെ. പാർട്ടി മാറ്റം നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണ്. സന്ദീപ് ബലിദാനികളെ വഞ്ചിച്ചു. സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രനും കൂട്ടരും കാരണമാണു താൻ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതെന്ന് സന്ദീപ് പറഞ്ഞിരുന്നു. എപ്പോഴും വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സംഘടനയിൽ നിന്ന് പിന്തുണയും സ്നേഹവും പ്രതീക്ഷിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. കെ സുരേന്ദ്രനും സംഘവുമാണ് ഞാൻ കോൺഗ്രസിലേക്കു പോകാനുള്ള ഏക കാരണം. ഏകാധിപത്യ പ്രവണതയുള്ള പാർട്ടിയായി ബിജെപി മാറി. ബിജെപി നേതൃത്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഡീലുകളും കണ്ടുമെടുത്താണ് പാർട്ടി മാറുന്നത്. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളുടെയും ഡിഎൻഎയിൽ കോൺഗ്രസിന്റെ ആശയമുണ്ട്. സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുക്കാനാണു തീരുമാനം എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സന്ദീപ് പറഞ്ഞത്. സ്വന്തം ചോര വെന്തുമരിച്ചു, രക്ഷപ്പെടുത്തിയ കുഞ്ഞുങ്ങളിൽ പലരും ചികിത്സയിൽ. വിതുമ്പി ഝാൻസി. ലക്നൌ. ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മഹാബ സ്വദേശിയായ കുൽദീപ് 3 നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തി. പക്ഷേ അപ്പോഴും 10 ദിവസങ്ങൾക്കു മുൻപ് ജനിച്ച തന്റെ കുഞ്ഞിന് എന്തുപറ്റി എന്നതിൽ കുൽദീപിന് ഇന്ന് രാവിലെയും അറിയില്ല. അപകടത്തിൽപ്പെട്ട 16 കുഞ്ഞുങ്ങളാണു ജീവനുവേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ചോരയ്ക്ക് എന്തുപറ്റിയെന്ന് പോലുമറിയാതെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയ നിരവധി പേർ ഇപ്പോഴും ആശ്വാസത്തിന്റെ കണികയെങ്കിലും തേടിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പരിശോധനകൾക്കായാണ് കുൽദീപും ഭാര്യയും കുഞ്ഞുമായി ആശുപത്രിയിലെത്തിയത്. ഇരുവരും ലോബിയിൽ ഡോക്ടർമാർക്കായി കാത്തിരുന്നപ്പോഴായിരുന്നു തീപിടുത്തം. കുൽദീപ് ഉടൻ തന്നെ ഓടിയെത്തി തന്റെ കണ്ണിൽപ്പെട്ട 3 കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ കൈ പൊള്ളിയതുപോലും അദ്ദേഹം വകവച്ചില്ല. എന്നാൽ സ്വന്തം കുഞ്ഞ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുപോലുമുള്ള വിവരം ഇപ്പോഴും കുൽദീപിന് അറിയാൻ സാധിച്ചിട്ടില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വന്തം മകൻ തീപിടുത്തത്തിൽ വെന്തുമരിച്ചത് അറിയാതെയാണ് മംഗൾ സിംഗ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 54 നവജാത ശിശുക്കളായിരുന്നു എൻഐസിയുവിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ കുറച്ചു പേരെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചെങ്കിലും മകൻ മരിച്ച ദുഃഖം കടിച്ചമർത്തി നിൽക്കുകയാണ് അദ്ദേഹം. രക്ഷിച്ചത് 25 പേരെ. പേരക്കുട്ടി ആശുപത്രിയിലായതിനെ തുടർന്നാണ് കൃപാൽ സിംഗ് രജ്പുത് സ്ഥലത്തെത്തിയത്. തീപിടുത്തം കണ്ട് ഓടിക്കേറിയപ്പോൾ ഒരു ബെഡിൽ തന്നെ 6 കുട്ടികളെ കിടത്തിയിരിക്കുന്നത് കണ്ടു. ആകെ 18 ബെഡുകളിലായി 54 പേരെയാണ് അവിടെ പ്രവേശിപ്പിച്ചിരുന്നത്. എന്നാൽ ആലോചിക്കാൻ നിൽക്കാതെ 25 കുഞ്ഞുങ്ങളെയാണ് കൃപാൽ സിംഗ് രജ്പുത് രക്ഷിച്ചത്. പക്ഷേ ഇതിൽ പലർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നും അദ്ദേഹം ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് യോഗി ആദിത്യനാഥ് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരുക്കേറ്റവർക്ക് 50,000 രൂപ വീതം ലഭിക്കും. അതേസമയം 10 നവജാത ശിശുക്കൾ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിനു പിന്നിൽ ഷോർട്ട് സർക്യൂട്ടെന്ന് സൂചന. വെള്ളിയാഴ്ച രാത്രി മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ NICU രാത്രി 10:45-നാണ് തീപിടുത്തമുണ്ടായത്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. 2 മാസമായി വേതനം ലഭിക്കാത്തതിൽ സമരവുമായി റേഷൻ വ്യാപാരികൾ. നവംബർ 19-ന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കും. താലൂക്ക് സപ്ലൈ ഓഫീസിനു മുൻപിൽ ധർണയും നടത്തും. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം.
അതിനിടെ റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് നീക്കം തുടങ്ങി. ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കരാറുകാരുമായി ഇന്ന് ചർച്ച നടത്തും. വനിതാ എസ്ഐയെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിച്ച സംഭവത്തിൽ അന്വേഷണം. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ സംഘടിച്ചുനിന്ന വിദ്യാർത്ഥികളോട് പിരിഞ്ഞുപോകാൻ പറഞ്ഞ വനിതാ എസ്ഐയെക്കൊണ്ട് SFI പ്രാദേശിക നേതാവ് മാപ്പ് പറയിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം. കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിച്ചു നിന്നപ്പോൾ പിങ്ക് പോലീസ് പറഞ്ഞതനുസരിച്ച് സ്ഥലം വിട്ട വിദ്യാർത്ഥികൾ SFI പ്രാദേശിക നേതാവുമായി മടങ്ങിവരികയായിരുന്നു. പിന്നീടാണ് വനിതാ എസ്ഐയെക്കൊണ്ട് നിർബന്ധപൂർവ്വം മാപ്പ് പറയിച്ചത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷണം തുടങ്ങിയത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ അനാവശ്യമായി സംഘടിച്ചു നിന്ന വിദ്യാർത്ഥികളോട് പിരിഞ്ഞുപോകാൻ പറഞ്ഞ വനിതാ എസ്ഐയെക്കൊണ്ടാണ് SFI പ്രാദേശിക നേതാവ് മാപ്പ് പറയിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. സ്കൂൾ വിട്ട സമയത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളോട് വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് പോലീസ് തിരിച്ചുപോകാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ സമയം അവിടെ നിന്നും പോയ വിദ്യാർത്ഥികൾ SFI പ്രാദേശിക നേതാവുമായെത്തി പോലീസിനോട് കയർക്കുകയായിരുന്നു. എസ്ഐയോട് മാപ്പ് പറയണമെന്നും നിർബന്ധിച്ചു. ഇതോടെ വനിതാ എസ്ഐ മാപ്പ് പറയുകയും ചെയ്തു. സംഘർഷ സാഹചര്യം ഒഴിവാക്കാനാണ് താൻ കുട്ടികളോട് മാപ്പ് പറഞ്ഞതെന്നാണ് എസ്ഐ പറയുന്നത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികളായതിനാൽ തനിക്ക് പരാതിയില്ലെന്നാണ് എസ്ഐ പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് 3 ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യം. യെല്ലോ അലർട്ട്. കേരളത്തിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാകും ഇന്ന് മഴ ഏറ്റവും ശക്തമാകുക. 3 ജില്ലകളിലും 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനം. 2024 നവംബർ 16 എറണാകുളം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. 2024 നവംബർ 17 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബിജെപിയെ ദുർബലപ്പെടുത്താൻ ബിജെപിയെ അറിയുന്നവർ വരണം. സന്ദീപ് വാര്യർക്ക് ആവേശത്തോടെ സ്വാഗതം. PK ഫിറോസ്. സന്ദീപ് വാര്യരെ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്. ബിജെപിയെ ദുർബലപ്പെടുത്താൻ ബിജെപിയെ അറിയുന്നവർ വരണം. സന്ദീപ് പാലക്കാട് ഊർജ്ജം പകരുമെന്നും ലീഗുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും PK ഫിറോസ് പറഞ്ഞു. കോൺഗ്രസുമായി കഴിഞ്ഞ 2 ആഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം. പാലക്കാട് തിരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ഒടുവിൽ ഇന്നലെ രാത്രി ACCയും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് അനുമതി നൽകിയതോടെയാണ് നിർണായക പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് തന്നെ ബിജെപി വിലക്കിയെന്ന് സന്ദീപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ ഈ ഷാളിട്ട് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണെന്ന് സന്ദീപ് ആരോപിച്ചു. ധർമ്മരാജന്റെ കോൾ ഹിസ്റ്ററിയിൽ പേരില്ലാത്തതാണ് തന്റെ കുറ്റം. കൊടകരയും കരുവന്നൂരും വച്ചുമാറുന്ന അഡ്ജസ്റ്റ്മെന്റ് എതിർത്തതാണ് തെറ്റ്. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയമാണെന്ന് സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനം ഉൾപ്പെടെയുള്ള ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത്. ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു. കൂടിറങ്ങി പ്രഭാകര വൈദ്യശാല ഉടമ കരിയാത്തുങ്കാവിൽ പ്രഭാകരൻ വൈദ്യർ 85 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 2024 നവംബർ 16 ശനി വൈകുന്നേരം 5 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. ഭാര്യ പരേതയായ സാവിത്രി. മക്കൾ പ്രസീത, ഡോക്ടർ പ്രബീഷ്, പ്രശോഭ്, പ്രജീഷ്. മരുമക്കൾ അശോക് കുമാർ, മലബാർ ആയുർവേദിക്സ് മഞ്ചേരി, ശാലിനി, സോണി, മഞ്ജുഷ. പ്രഭാകര വൈദ്യശാല
പ്രഭാകര ഫാർമസ്യൂട്ടിക്കൽ, പ്രഭാകര ആയുർ കെയർ ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.